Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 7. രചനയും അവതരണവും രഘുദാസ് കട്ടുങ്കൽ. അനന്തൻ കുളി കഴിഞ്ഞെത്തുമ്പോഴേക്കും പ്രാതലിനുള്ള വിഭവങ്ങളെല്ലാം മേശപ്പുറത്ത് തയ്യാറായിരുന്നു. അപ്പം, വെജിറ്റബിൾ സ്റ്റ്യൂ, ബുൾസൈ, മാംഗോ ജ്യൂസ്, ചായ, ഇനി ഒരു ഗ്ലാസ്സിൽ വെള്ളവും. എങ്ങനെയുണ്ട് എന്ന ഭാവത്തിൽ ഡൈനിങ് ടേബിളിന് മുന്നിലെ കസേരയിൽ വൈശാഖിയും ഇരിപ്പുണ്ട്. പുത്തനച്ച് പുരപ്പുറം തൂക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. മേശപ്പുറത്ത് നിരന്നിരിക്കുന്ന വിഭവങ്ങളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് അനന്തൻ പുച്ഛിച്ചു. ദേ, ഈ ജ്യൂസ് എടുത്ത് മുഖത്തോട്ട് ഒഴിച്ചാണ്ടല്ലോ, വെളുപ്പിന് എഴുന്നേറ്റ് ഇതൊക്കെ തയ്യാറാക്കിയിട്ട് പറയുന്ന കേട്ടില്ലേ ദുഷ്ടൻ. നീ നിന്റെ വീട്ടിലെ കാലത്തെ 8 മണിയായാലും എഴുന്നേക്കൂടി. ഇവിടെ ഇപ്പൊ നിന്നോട് ആരോടെങ്കിലും പറഞ്ഞു അടുക്കളയിൽ കയറാൻ? ഇത്രയും നാള് ഇതൊക്കെ ഞാൻ വെച്ചുണ്ടാക്കി കഴിച്ചിരുന്നതല്ലേ? അതൊക്കെ കല്യാണത്തിന് മുന്നേ അല്ലേടോ ഏട്ടാ. കല്യാണം കഴിഞ്ഞാലേ ഞങ്ങൾ കുലസ്ത്രീകൾ പൊതുവെ ഇങ്ങനെയാ. മാത്രമല്ല, മോനുണ്ടാക്കിയിരുന്ന പോലെയാണോന്നൊന്ന് നോക്ക്. പറഞ്ഞതിനൊപ്പം 4 അപ്പം എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അവളത് അവന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. എടി, എന്തോന്ന് ഇത്? ഒരെണ്ണം കഴിച്ചു കഴിയട്ടെ, എന്നിട്ടിടാൻ ബാക്കി. അപ്പം എടുത്ത് കാസറോളിലേക്ക് തിരികെ ഇടാൻ പോയവനെ തടഞ്ഞുകൊണ്ട് അവൾ സ്റ്റൂവും പ്ലേറ്റിലേക്ക് ഒഴിച്ചു. അങ്ങ് കഴിക്കാൻ എന്തേട്ടാ? ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കി കഴിച്ചതിന്റെ ഒക്കെ കാണാനുണ്ട്. ആള് പകുതിയായി. ഞാനോ? സ്വയം ഒന്ന് നോക്കി വിലയിരുത്തിയിട്ട് അവൻ തല കുലുക്കി. നാക്കിനിമാതിരി നീളോളോണ്ട് ജീവിച്ചു പോയിക്കോളും. അവൾ എളിച്ചു. ഇരുത്തിയൊന്ന് മൂളിയിട്ട് അവൻ അപ്പത്തിന്റെ വക്കൊടിച്ച് സ്റ്റൂവിൽ മുക്കി വായിലേക്ക് വെച്ചു. ദുഷ്ടൻ. പരിഭവം കേട്ട് അനന്തൻ മുഖം ഉയർത്തി നോക്കിയപ്പോ മുഖവും വീർപ്പിച്ചിരിപ്പുണ്ട് വൈശാഖി. എന്താടി? ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? കഴിച്ചു വന്നൊരു വാക്ക്. കണ്ണും തിരുമ്മി കരയാൻ തയ്യാറെടുക്കുന്നവളെ നോക്കി അവൻ മിഴിച്ചിരുന്നു. കണ്ടോ, മിണ്ടാതെ കണ്ടോ? എന്റെ പൊന്നു മോളെ, ക്ഷമിക്ക്. കല്യാണം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ടല്ലേ. നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്ത് കഴിച്ചോളൂ കരുതി. വാ. പ്ലേറ്റ് എടുത്ത് അതിലൊരു അപ്പവും ഇട്ട് അല്പം സ്റ്റൂവും ഒഴിച്ച് അടുത്തേക്ക് വെച്ചിട്ട് അവൻ വിളിച്ചു. കേൾക്കേണ്ട താമസം കണ്ണുകളും തുടച്ച് ഒരു ചിരിയും പാസാക്കി അവൾ ഓടി അവന്റെ അടുത്ത് വന്നിരുന്നു. കഴിക്ക്, ഇനി അത് പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരിക്കൽ കൂടി ചിരിച്ചു കാട്ടിയിട്ട് അവൾ കഴിക്കാൻ തുടങ്ങി. ആര് തന്നോട് അലവലാതി? എന്തോന്നാ നീ എന്ന് മുറുകുറുക്കുന്നേ? ആനന്ദേട്ടാ, നമ്മളെ ഹണിമൂണിന് എങ്ങോട്ടാ പോകുന്നേ? ഹണിമൂണോ? എന്തേ, കേട്ടിട്ടില്ലേ? കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ നിനക്കതിനുള്ള പ്രായമായിട്ടില്ല. അതെന്താ മനുഷ്യ അങ്ങനെ ഒരു പറച്ചില്? പ്രായത്തിന്റെ എന്തു കുറവാ എനിക്കുള്ളേ? ഒന്ന് കണ്ണൂർന്ന് നോക്കിയേ. അവൾ എഴുന്നേറ്റ് അവന്റെ മുന്നിൽ കൈകൾ വിരിച്ചു പിടിച്ച് നിന്നു കൊടുത്തു. ഇനിയും സംശയമുണ്ടല്ലേ? അകത്തേക്ക് വാ. എന്തിനും തയ്യാറെന്ന മട്ടിൽ അവളുടെ ആ നിൽപ്പ് കണ്ട് അവൻ താടിക്ക് കൈ കൊടുത്തു. ഇടി, മരം കയറി അവിടെ ഇരിക്കുക. അവളെ പിടിച്ചു വലിച്ച് കസേരയിലേക്ക് ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു അനന്തന്റെ മൊബൈലിൽ ബെല്ലടിച്ചത്. എടുത്തു നോക്കുമ്പോൾ ദേവനാണ്. ചോദ്യഭാവത്തിൽ നോക്കുന്ന വൈശാഖിയെ ശ്രദ്ധിക്കാതെ അവൻ ഫോൺ ചെവിയിലേക്ക് ചേർത്തപ്പോ അവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കുമോ എന്നറിയാൻ അവളും കാത് അവന്റെ കാതിനരികിലേക്ക് കൊണ്ടുവന്നു. ദേവനോട് സംസാരിച്ചു കൊണ്ടിരുന്നവന്റെ മുഖം മാറുന്നത് കണ്ടതോടെ അവൾക്കും ആശങ്കയായി. എന്താ എന്തേട്ടാ? അവൻ ഫോൺ വെച്ചതോടെ അടക്കി പിടിച്ചിരുന്ന അവളുടെ ആകാംക്ഷ ചോദ്യമായി വെളിയിൽ ചാടി. നമ്മുടെ നാരായണ നമ്പൂതിരി മരിച്ചെന്ന്. അയ്യോ, എന്തു പറ്റിയതാ? കയ്യിലിരുന്ന അപ്പം വായിലേക്ക് വെക്കാൻ മറന്നുകൊണ്ട് അവൾ അവനെ നോക്കി. കൊലപാതകമാണെന്നൊക്കെയാ പറയുന്നേ. കൊന്നത് ശ്രീജിത്താണത്രേ. ശ്രീജിത്ത് ഏട്ടനോ? വിശ്വസിക്കാനാവാത്ത വാർത്ത കേട്ടതിന്റെ അന്താളിപ്പ് അവളുടെ മുഖത്ത് നിറഞ്ഞു. തൃക്കോട്ടെ കൃഷ്ണൻ ചേട്ടൻ നേരിട്ട് കണ്ടെന്നാ പറയുന്നേ. നമ്മുടെ കാവിലെ രത്നമെടുക്കാൻ അവൻ അച്ഛനോട് പറഞ്ഞെന്നോ സമ്മതിക്കാതെ വന്നപ്പോ ബലം പ്രയോഗിച്ചെന്നോ ഒക്കെയാ അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നേ. എന്നിട്ട് ശ്രീജിത്ത് ഏട്ടനെ അറസ്റ്റ് ചെയ്തോ? ഇല്ല, അവൻ കാട് കയറിയെന്ന്. പോലീസ് നായ വന്ന് കാടിന്റെ അതിർത്തി വരെയൊക്കെ പോയെന്നാ ദേവൻ പറഞ്ഞത്. ഇനിയിപ്പോ കാടിനകത്ത് കയറി അന്വേഷിക്കാനും അവർക്ക് പ്ലാൻ ഉണ്ടത്രേ. എന്തൊക്കെയാ ഈ കേൾക്കുന്നേ? കുറെ നാളായിട്ട് ആ കാവിനെ ചൊല്ലി ഒരു പ്രശ്നവും ഉണ്ടാതിരുന്നതാ. അവൾ നെടുവീർപ്പിട്ടു. ഞാനൊന്ന് അവിടം വരെ പോയാലോ എന്ന് ഓർക്കുക. നീ പോയതറിഞ്ഞിട്ടും ഞാൻ അവിടെ ചെന്നില്ലല്ലോ. ഇനി അതിന്റെ പേരിൽ ഒരു സംശയം വേണ്ട. അപ്പച്ചിയുടെ വീട്ടിലും ഒന്ന് തല കാണിച്ചേക്കാം. ഞാനും വരായിരുന്നു. അവൾ നിരാശയോടെ മുഖം ചുളിച്ചു. എന്നിട്ട് വേണം നിന്റെ ഏട്ടനും അപ്പച്ചിയും വെല്ലിച്ചനും ഒക്കെ എനിക്കിട്ട് പണി തരാൻ.
അങ്ങനെ പണി തരാതിരിക്കാനുള്ള പണിയാ മോനെ ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തോന്ന്? ഹണിമൂണിന് പോകുന്നതേ. ഓ, മോളെ ഹണിമൂണിന് കൊണ്ടുപോയെന്നും പറഞ്ഞ അപ്പച്ചി എന്നോട് ക്ഷമിക്കുമായിരിക്കും എന്നാണോ? ഓ എടാ പൊട്ട, ഹണിമൂണിന് കൊണ്ടുപോയാലല്ല, അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു കൊച്ചുമോനെയോ മോളെയോ കൊടുത്താൽ അവർ ക്ഷമിക്കുമെന്നാ പറഞ്ഞത്. അവൻ എഴുന്നേറ്റ് ചെവിക്ക് പിടിക്കാനാഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് ഒഴിഞ്ഞു മാറി. ഇന്ന് തന്നെ തിരികെ പോരൂ അനന്തേട്ടാ. അവൻ തയ്യാറാവുന്നത് നോക്കി കട്ടിലിരിക്കുകയായിരുന്നു വൈശാഖി. ആഷ് കളർ ഷർട്ടും ബ്ലൂ ജീൻസും അവന് നന്നായി ചേരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. മുടി ചെയ്യുന്നതിനിടയിൽ അവൻ കണ്ണാടിയിൽ കൂടി അവളെ നോക്കി. തുടക്കാൻ വരുന്ന ശാന്ത ചേച്ചിയോട് വൈകുന്നേരം വരാൻ വിളിച്ചു പറയാം. ഇന്നിന് തിരികെ പോരാൻ പറ്റിയില്ലെങ്കിലും രാത്രി നിനക്കൊരു കൂട്ടാകുമല്ലോ. ഓടിച്ചെന്ന് അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തുടിക്കുന്ന മനസ്സിനെ അടക്കി നിർത്തിക്കൊണ്ട് അവൾ വിലങ്ങനെ തലയാട്ടി. ഓ എനിക്ക് കൂട്ടൊന്നും വേണ്ട, ഞാൻ ഒറ്റ കിടന്നോളാം. തൽക്കാലം പൊന്നോൾ ഒറ്റ കിടക്കണ്ട, ഇവിടേക്ക് ഒന്ന് പരിചയട്ടെ. ശരി ആയിക്കോട്ടെ. ആനന്ദേട്ടാ, തറവാട്ടിലേക്ക് ചെല്ലുമ്പോഴേ അമ്മമ്മയോട് ഗച്ചുവിന്റെ കല്യാണക്കാരൊന്ന് സംസാരിക്കണം കേട്ടോ. ചീപ്പ് മേശപ്പുറത്തേക്ക് ഇട്ടിട്ട് അവൻ അവളുടെ മുന്നിൽ വന്നു. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടാനായിരുന്നു എന്റെ പ്ലാൻ. അതിനിടയ്ക്കല്ലേ നീ ചാടിക്കയറി പോകുന്നത്? ആ, ഇനിയിപ്പോ അവളുടെ കല്യാണം പെട്ടെന്ന് നടത്തിയാലേ അമ്മമ്മ ഒറ്റയ്ക്കായി പോവില്ലേ? എന്തിന്? അമ്മമ്മയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അല്ലേല് അവളെ തറവാടിനടുത്ത് തന്നെ കെട്ടിച്ചാ പോരെ. മോളെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ദേവേട്ടനെ ഗച്ചുവിന് വേണ്ടി ആലോചിച്ചാലോ? അവൻ അവളെ ചൊഴിഞ്ഞു നോക്കി. അവൾക്ക് അവൻ ഇഷ്ടമാണെന്ന് മറ്റോ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഗച്ചു നല്ല ചേലായി. നമ്മുടെ തറവാട്ടിൽ ഇതുപോലെ പേടിയുള്ള ഒരുത്തി എങ്ങനെ ജനിച്ചെന്നാ ഞാൻ ഓർക്കാറുള്ളത്. പിന്നെ ഇപ്പൊ ഇത് പറയാൻ കാരണം? ദേവേട്ടനെ അവളോട് ഒരു അടുപ്പുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതാ. അനന്തേട്ടനും അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ദേവേട്ടനെ തന്നെ അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളു. അവന് അവളോടൊരു പ്രത്യേക കെയർ ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ അതാ പറഞ്ഞേ. അങ്ങേർക്കാന്നെ ഇപ്പൊ ജോലി കിട്ടാറുമായിട്ടുണ്ട്. ഇപ്പൊ അക്കാര്യം നമ്മളൊന്ന് ആലോചിച്ച് വെച്ചാല് ദേവേട്ടന് ജോലി കിട്ടി കഴിയുമ്പോഴേക്കും അതങ്ങ് നടത്താം. അവൻ അവളെ കെട്ടുവാന്നേ നല്ലൊരു കാര്യം തന്നെയാ. പക്ഷെ അവളോട് ചോദിച്ചിട്ട് ഞാൻ തീരുമാനം എടുക്കൂ. എന്റെ അനന്തേട്ടാ, അവളോട് ആരെന്ത് ചോദിച്ചാലും മൂളനല്ലാതെ അവൾക്ക് വേറെ എന്താ അറിയാവുന്നേ? അതുകൊണ്ട് എന്തായാലും അനന്തേട്ടൻ ഈ കാര്യം ഒന്ന് അവതരിപ്പിക്കുക. അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അവനോട് ചോദിച്ചിട്ട് ഓക്കെയാന്ന് ദേവേട്ടനോടൊന്ന് സംസാരിച്ചേക്ക്. ആലോചനയോടെ മൂളിക്കൊണ്ട് അവൻ ബാഗ് എടുത്ത് തോളിലേക്ക് തൂക്കി. അല്പസമയത്തിനുള്ളിൽ അനന്തന്റെ കാറ് വീടിന്റെ ഗേറ്റ് കിടക്കുമ്പോ അവൻ പോകുന്നത് നോക്കി കൈ വീശിക്കാട്ടിക്കൊണ്ട് വൈശാഖി ആ വരാന്തയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നാരായണൻ നമ്പൂതിരിയുടെ കൊലപാതകത്തെക്കുറിച്ചും ശ്രീജിത്തിന്റെ തിരോധാനത്തെക്കുറിച്ചുമുള്ള സംസാരത്തിനിടയിലാണ് ഗേറ്റിന് മുന്നിലായി അനന്തന്റെ കാർ വന്നു നിൽക്കുന്നത് ശ്രീഗൗരി കണ്ടത്. കസേരയിൽ നിന്നും ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് ഓടുന്ന ഗൗരിയെ കണ്ടാണ് അമ്മമ്മയും അരമതലിരിക്കുകയായിരുന്ന നീലിമയും ജാസ്മിനും പുറത്തേക്ക് നോക്കിയത്. കാറിൽ നിന്നും അനന്തൻ ഇറങ്ങുമ്പോഴേക്കും ഓടിപ്പാഞ്ഞെത്തിയ ഗൗരി അവനെ വട്ടം കെട്ടിപ്പിടിച്ച് കരച്ചിലും തുടങ്ങിയിരുന്നു. എന്തു വടി ഗൗരി കുഞ്ഞ് കരയുന്നേ? അവൻ അവളെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഒന്നുമില്ലെന്ന് തലകുലുക്കിയിട്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു. നീ വന്നത് നന്നായിട്ടോ അനന്തോട്ടാ. അമ്മമ്മ പറയുന്നതും കേട്ടുകൊണ്ട് അരമതിലേക്ക് കയറിയിരിക്കുമ്പോഴും ഗൗരി അവന്റെ കൈക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. 2 ദിവസമായി ഈ പെണ്ണ് മുഖം കയറ്റി പിടിച്ചിരിക്കുന്നേ. അടുത്തേക്ക് ചെന്ന് അവന്റെ മുടിയിൽ തലോടിക്കൊണ്ടാണ് അമ്മമ്മ ബാക്കി പറഞ്ഞത്. എന്താടാ കാര്യം? അനന്തന്റെ ചോദ്യം കേൾക്കാത്തതുപോലെ അവൾ പരിഭവത്തോടെ അമ്മമ്മയെ നോക്കി. ഞാൻ പറയാനന്തേട്ടാ. നീലിമ ഇടയ്ക്ക് ചാടിക്കയറി. വൈശാഖി പോയതിന്റെ പിറ്റേ ദിവസം ഇവൾ എന്നെയും കൂട്ടി കല്യാണപ്പച്ചിട്ട് വീട്ടിൽ പോയിരുന്നേ. അവിടെ വെച്ച് വൈശാഖിയെയും അവളെ കൊണ്ടുപോയനെയും കൊല്ലുമെന്ന് വിഷ്ണുവേട്ടൻ ഒച്ചയിട്ടപ്പോ ഇവളങ്ങ് പേടിച്ചുപോയി. ഉറക്കെ ചിരിച്ചുകൊണ്ട് അനന്തൻ ഗൗരിയെ നോക്കിയപ്പോ അവൾ കുറുമ്പോടെ നീലിമയെ കോക്രി കാട്ടുകയായിരുന്നു. എന്റെ പൊട്ടിക്കൊച്ചേ, ആ വിഷ്ണു വിചാരിച്ചാലേ നിന്റെ ഈ അനന്തേട്ടനൊരു ചുക്കും ചെയ്യാനാവില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? വിഷ്ണുവും മരണവും ഒരുമിച്ച് എത്ര വട്ടം എനിക്കെതിരെ വന്നിട്ടുണ്ട്. എന്നിട്ട് ആരാ ജയിച്ചിട്ടുള്ളേ? തെക്കേ തൊടിയിലെ കുളക്കരയിൽ വെച്ചേ നിന്റെ ഈ ഏട്ടൻ അവന്മാരെയൊക്കെ അടിയറവ് പറയിച്ചിട്ടുള്ളത് നീ മറന്നുപോയോ? പറഞ്ഞാലും മനസ്സിലാവണ്ടേ അനന്തേട്ടാ. എത്ര ചൊല്ലിക്കൊടുത്താലും ഓള് പിന്നെ ഇമ്മാതിരി തന്നെ ഇരിക്കും. ജാസ്മിനും അവളെ കുറ്റപ്പെടുത്തി. ജാസി കൊച്ചിന്റെ നിക്കാഹൊക്കെ ഉറപ്പിച്ചെന്ന് കേട്ടു. അവളുടെ മുഖത്ത് ഒരു നാണം. എന്താ ആളുടെ പേര്? ഫൈസൽ. ദുബായിലാ ജോലി. നിങ്ങൾ പക്ഷെ ഞെട്ടിച്ചു കളഞ്ഞോട്ടോ അനന്തേട്ടാ. ഇവരും ആദ്യം എന്നോടൊന്നും പറഞ്ഞില്ലെന്നേ.
അവസാനത്തെ വാക്കുകളിൽ നേരിയ പരിഭവമുണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്രീഗൗരിയും ഉഷാറായി. വൈശു എന്തെടുക്കുന്നു ഏട്ടാ? നമ്പർ കിട്ടിയിട്ട് വിളിക്കാന്ന് അവള് പറഞ്ഞിരുന്നതാ. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. നമ്പർ കിട്ടിയിട്ടില്ല, അതാ വിളിക്കാഞ്ഞ്. ആ നമ്പൂതിരിയുടെ കാര്യം അറിഞ്ഞിട്ട് വന്നതാണോ അനന്തൂട്ടാ നീ? അമ്മമ്മ അരമതലിൽ അവന്റെ അടുത്തായി ചാരി നിന്നു. അതെ അമ്മമ്മേ, അപ്പച്ചിയുടെ വീട്ടിലും ഒന്ന് കയറണം. വൈശാഖി പോയ കാര്യം അറിഞ്ഞിട്ട് ചെന്നില്ല എന്നൊരു പരാതി വേണ്ട. അമ്മമ്മയുടെ ചുളിവ് വീണ വിരലുകളിൽ തലോടിക്കൊണ്ടായിരുന്നു അവനത് പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ നീ തീരുമാനിച്ചിരിക്കുന്നേ? ആ കല്യാണിയുടെ ഹരിഹരന്റെ ദേഷ്യം ഉടനെ ഒന്നും മാറുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ സാവധാനം മാറിക്കൊള്ളൂ അമ്മമ്മേ. നീലിമ സമാധാനിപ്പിച്ചു. അല്ല, നീ ഇന്ന് ജോലിക്ക് പോയില്ലേ ഗജു? അനന്തന്റെ ചോദ്യം കേട്ട് അവൾ ഒരു ചമ്മിയ ചിരി ചിരിച്ചപ്പോ നീലുവും ജാസ്മിനും വാ പൊത്തി ചിരി അടക്കി. ഇതാ ഇപ്പൊ ശേലായേ. അവള് പേടിച്ചിട്ട് പോകാതിരിക്കുവാടാ. പേടിച്ചിട്ടോ? അവൻ കണ്ണുകൾ ചുരുക്കി നോക്കിയപ്പോ അവൾ കള്ളം കാട്ടിയ കുട്ടിയെ പോലെ തല താഴ്ത്തി. ആ നമ്പൂതിരിയുടെ വീട്ടിന് മുന്നിൽ കൂടി വേണ്ടേ കോളേജിലേക്ക് പോവാൻ? അത് തന്നെ കാര്യം. അമ്മമ്മ കളിയാക്കിയപ്പോ അവളുടെ കവളുകൾ വീണ്ടും വീർത്തു. ഗജു, എന്നാ നീയുമായോ? അപ്പച്ചിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. തിരികെ വരും വഴി എനിക്ക് ദേവനെ ഒന്ന് കാണണം. അയ്യോ, ദേവേട്ടൻ അവിടെ ഇല്ലല്ലോ അനന്തേട്ടാ. അനന്തന്റെ മുഖത്ത് നിരാശ വന്നുപോയി നീലിമ പറഞ്ഞത് കേട്ടപ്പോ. ഗൗരിയുടെ വിവാഹകാര്യം ദേവനോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്നതായിരുന്നു അവന്റെ ചിന്ത. ശ്രീജിത്തേട്ടൻ ഒരിക്കലും അച്ഛനെ കൊല്ലില്ലെന്നത് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. അതിന്റെ അന്വേഷണം നേരാമണ്ണം നടക്കാൻ ആരെയൊക്കെ കാണാനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുക വിശ്വട്ടന്റെ കൂടെ. മിക്കവാറും 2 ദിവസം കഴിയും എന്നാ പറഞ്ഞേ. അനന്തൻ നിരാശയോടെ മൂളി. ഗച്ചു, മോള് നീ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി എങ്ങനെയാടാ? വിവാഹമൊക്കെ കഴിച്ച് ഒരു വീട്ടിലേക്ക് ചെന്ന് കയറേണ്ടതല്ലേ? അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ നാരായണൻ നമ്പൂതിരിയുടെ വീടിന് മുന്നിലെത്തിയപ്പോ മുഖം പൊത്തി കുനിഞ്ഞിരിക്കുന്ന ഗൗരിയോടെ ആയിരുന്നു അനന്തന്റെ ചോദ്യം. അവൾ മുഖം ഉയർത്തി അനന്തനെ നോക്കി. ഭയം നിറഞ്ഞ ആ മുഖം അവൻ കൈകളാൽ തുടച്ചു കൊടുത്തു. അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ ആയേട്ടാ എനിക്ക് ഇത്രയും പേടി കൂടിയത്. അന്ന് അവര് രണ്ടാളും ആ സാരിയിൽ തൂങ്ങി നിന്ന കാഴ്ച. പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാതെ അവൾ വീണ്ടും മുഖം പൊത്തി കരഞ്ഞപ്പോ അനന്തൻ വേവലാതിയുടെ കാർ ഒതുക്കി നിർത്തി അവളെ കൈക്കുള്ളിലാക്കി. ഏങ്ങലടിച്ച് കരയുന്നവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ അവളുടെ മുടിയിൽ തലോടി കൊടുത്തു. ആ ഓർമ്മ ഇപ്പോഴും എന്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാ വിഷ്ണുട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വല്ലാതെ ഭയന്നത്. ഇനി എനിക്ക് ഏട്ടനും അമ്മമ്മയും മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടാൾക്കും എന്തെങ്കിലും സംഭവിച്ച? വീണ്ടും അവൾ പാതിവഴിയിൽ നിർത്തി. എന്തിനാ മോളെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? വേണമെന്ന് വിചാരിച്ചിട്ടല്ലേ ഏട്ടാ. ചില നിമിഷങ്ങളിൽ മനസ്സ് പിടിവിട്ടു പോകും പോലെയാ. നമുക്ക് അന്ന് കണ്ട ഡോക്ടർ ഒന്നുകൂടി കാണണോ? ഒരു കൗൺസിലിംഗ് നന്നായിരിക്കും. വേണ്ട. അവൾ മൂക്ക് വലിച്ചും കൊണ്ട് കണ്ണു തുടച്ചു. ഏട്ടാ വണ്ടി എടുക്ക്. അവളെ സഹതാപത്തോടെ ഒന്ന് നോക്കിയിട്ട് അനന്തൻ വണ്ടി മുന്നോട്ടെടുത്തു. വെല്ലിച്ചൻ കൊണ്ടുവന്ന ശ്രീനിലയത്തിലെ സജീവന്റെ ആലോചന അമ്മമ്മ വേണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. ഏട്ടൻ ഒരു വിവാഹക്കാരെ ആലോചിക്കട്ടെ. ദേവന്റെ മുഖമാണ് അവളുടെ മനസ്സിൽ തെളിഞ്ഞത്. ഏട്ടന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്തൊരു പരിഭ്രമം അവളെ പൊതിഞ്ഞു. ഒരാളോട് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഏട്ടൻ പറയാം. എന്തായാലും നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരാളായിരിക്കും. ദേവേട്ടനെ തന്നെ ആവോ ഏട്ടൻ ഉദ്ദേശിച്ചത്? അതിനുവേണ്ടിയാവോ ദേവേട്ടനെ കാണണമെന്ന് ഏട്ടൻ പറഞ്ഞത്? കെട്ടുപോയിരുന്ന വെളിച്ചം മുഖത്ത് തിരികെ എത്തിയത് ഏട്ടനിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള വ്യഗ്രതയോടെ അവൾ ഓടിപ്പോകുന്ന കാഴ്ചകളിലേക്ക് മുഖം തിരിച്ചു കളഞ്ഞു. അപ്പച്ചിയുടെ വീട്ടിലെ വാതിൽ പതിവില്ലാതെ അടഞ്ഞു കിടന്നിരുന്നു. സാധാരണ ഹരിഹരനമാവൻ മുൻവശത്തെ കസേരയിൽ ഉണ്ടാകാറുള്ളതാണ്. കോളിംഗ് ബെല്ലിൽ വിരലമർത്തിയിട്ട് കാത്തു നിൽക്കുമ്പോൾ ഗൗരിയുടെ മുഖം ഒന്നുകൂടി തുടച്ചു കൊടുത്തു അനന്തൻ. വൈശു പോയതിനെ പറ്റി അപ്പച്ചി എന്തെങ്കിലും പറഞ്ഞാല് മുഖം മാറാതെ നിൽക്കണേ ഗച്ചു. അവൾ തല കുലുക്കുമ്പോഴേക്കും അകത്തുനിന്നും വാതിലിന്റെ ഓടാമ്പൽ നിൽക്കുന്ന ശബ്ദം കേട്ടു. അപ്പച്ചിയായിരുന്നു വാതിൽ തുറന്നത്. ഗൗരിയോടൊപ്പം നിൽക്കുന്ന അനന്തനെ കണ്ടതും അവരൊരു കരച്ചിലോടെ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. നീ അറിഞ്ഞില്ലേടാ ആ എരണം കേട്ടവള് ചെയ്തു വെച്ച കാര്യം? അതിന് മറുപടി പറയാതെ അപ്പച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനന്തൻ അകത്തേക്ക് കയറി. പിന്നാലെ ഗൗരിയും. അമ്മാവൻ എങ്ങോട്ട് പോയി അപ്പച്ചി? നിങ്ങൾ ഇരിക്ക്. അമ്മാവ വിഷ്ണുവിന്റെ കൂടെ ആ രാജേന്ദ്രനെ കാണാൻ പോയേക്കുവാ.
പോലീസില് നമ്മൾ പരാതി കൊടുത്തില്ലല്ലോ. അയാളുടെ ആൾക്കാരെ വെച്ച് അന്വേഷിക്കാമെന്നാ അയാള് പറഞ്ഞ്. നല്ല പിടിപാടുണ്ടല്ലോ ആൾക്ക്. ഇനി ഇപ്പൊ അവളെ അന്വേഷിച്ചു പോകേണ്ട കാര്യമുണ്ടോ അപ്പച്ചി? അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെയല്ലേ പോയിരിക്കുന്നേ. നീ ഇതെന്തോന്നാടാ ഈ പറയുന്നേ? അപ്പച്ചിയുടെ മട്ടും ഭാവവും മാറിയത് കണ്ട് ഗൗരിയുടെ കൈ അനന്തന്റെ കയ്യിൽ അമർന്നു. അവളുടെ വിരലുകളിൽ മെല്ലെ ഒന്ന് അമർത്തി ആശ്വസിപ്പിച്ചും കൊണ്ട് അനന്തൻ അപ്പച്ചിയെ നോക്കി. അവളെയും അവളെ കൊണ്ടുപോയവനെയും അങ്ങനെ അങ്ങ് വിടാൻ പറ്റുവോടാ? നമ്മുടെ തറവാട്ടിന് തന്നെയല്ലേ അപമാനം വരുത്തി വെച്ചിരിക്കുന്നത്. അവരെവിടെയുണ്ടേലും കണ്ടുപിടിക്കാമെന്ന ആ രാജേന്ദ്രനും സജീവനും ഏറ്റിരിക്കുന്നേ. അപ്പച്ചി ഇരുന്ന് കിതച്ചപ്പോ ഗൗരി ഭയത്തോടെ അനന്തനെ നോക്കി. അവൻ കണ്ണുകൾ അടച്ചു കാട്ടി. ഏട്ടൻ ഗൗരിക്ക് വേണ്ടി ആ സജീവന്റെ ആലോചന കൊണ്ടുവന്നപ്പോ നിന്റെ അമ്മമ്മ എന്തിനാടാ അത് വേണ്ടെന്ന് പറഞ്ഞേ? നല്ലൊരു ആലോചനയായിരുന്നില്ലേ അത്? ഇവൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞെന്നാ ഏട്ടൻ പറഞ്ഞ്. നീ ഒന്ന് പുള്ളിക്കാരിയെ പറഞ്ഞ് മനസ്സിലാക്ക്. അപ്പച്ചിയുടെ ഉപദേശം കേട്ട് അനന്തൻ തല കുലുക്കി. ഞാൻ പറയാപ്പച്ചി. നീ ഇന്ന് തന്നെ തിരികെ പോകുന്നുണ്ടോ? നാളെ പോകാമെന്ന് കരുതിയാ വന്നേ. ദേവനെയും കൂടി ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അവൻ തിരുവനന്തപുരത്ത് പോയിരിക്കുക. 2 ദിവസം കഴിയുമത്ര വരാൻ. അതുകൊണ്ട് ഇന്ന് തന്നെ തിരികെ പോകാമെന്ന് കരുതി. നീനക്കിനി ആ കൂട്ടുകെട്ടൊക്കെ അങ്ങ് വിട്ടുവിടാനെന്താ? ഇവളെന്താ വന്നിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? അപ്പച്ചിയുടെ ചോദ്യം ഗൗരിയോടായി. അവൾക്ക് ഞാൻ ഇന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടാ അപ്പച്ചി. ആ, എന്തായാലും ഏട്ടന്റെ അടുത്ത് കൂടി ഒന്നങ്ങ് കയറിയേക്ക്. എന്നിട്ട് ശ്രീനിലയത്തിലെ ആ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കൂടി അങ്ങ് പറഞ്ഞേക്ക്. അത് നടക്കില്ലല്ലോ എന്നോർത്ത് ഏട്ടന് നല്ല വിഷമമുണ്ടേ. ഓ, അതും പറയാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പച്ചി തലയാട്ടി. അനന്തന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രക്ഷപ്പെട്ട ഭാവമായിരുന്നു ഗൗരിയുടെ മുഖത്ത്. വല്യച്ഛന്റെ വീട്ടിൽ കയറാൻ അപ്പച്ചി പറഞ്ഞെങ്കിലും അവിടെ കയറാതെയാണ് അവർ തിരികെ പോന്നത്. ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞ് അനന്തൻ എറണാകുളത്തേക്ക് തിരികെ പോവുകയും ചെയ്തു. തിരികെ പോകും വരെ ഏട്ടൻ അടുത്തിരുത്തി ഉപദേശിച്ചതിന്റെ ഫലമായി പകർന്നു കിട്ടിയ ധൈര്യത്തിന്റെ പുറത്താണ് അന്ന് വൈകുന്നേരം അവൾ കൊറ്റങ്കാവിൽ തൊഴാനിറങ്ങിയത്. മാത്രമല്ല, കൊറ്റങ്കാവിൽ പോകുമ്പോൾ കൊലപാതകം നടന്ന വീടിനടുത്തേക്ക് പോകേണ്ട ആവശ്യവുമില്ലായിരുന്നു. ദീപാരാധന തൊഴുത് ഏട്ടനും വൈശാഖിക്കും അമ്മമ്മയ്ക്കുമൊക്കെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൽത്തറയിൽ ചാരി അവളെയും കാത്ത് ശ്രീനിലയത്തിലെ സജീവൻ നിൽപ്പുണ്ടായിരുന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്